ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മിടുക്കനായാലോടാ. നീയൊക്കെ മനസ്സിൽ കാണുമ്പോ അവള് മാനത്ത് കാണും. അർച്ചനെ നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഇതെല്ലാം സന്ദീപിന്റെ ധനുഷിന്റെ പ്ലാന്. കുട്ടിക്കാലം തൊട്ടേ അവൾ അങ്ങനെയാ. എന്തെങ്കിലും പറഞ്ഞാ അവൾക്കത് കൺവിൻസിങ് ആവണം. ഇല്ലെങ്കിലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മളത് കൃത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ അവള് പിണങ്ങുകയും ചെയ്യും. എല്ലാത്തിനും അർച്ചനടുത്തേക്ക് ഉറച്ച തീരുമാനങ്ങളുണ്ട്. ഒന്നും നേരിട്ട് ബോധ്യപ്പെടാതെ അവൾ അടങ്ങത്തില്ല. അച്ഛനും അമ്മയും പറയുന്ന കാര്യത്തിലായ പോലും അവൾക്ക് വിശ്വാസം വരണം. ഇല്ലെങ്കിൽ അത് കുത്തി 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ പൊന്നനുവേട്ടാ, കുറച്ചു ദിവസമായിട്ട് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. സംഭവിച്ചത് എന്താണെന്നേ നീ കൃത്യമായിട്ട് അവളോട് പറഞ്ഞാൽ മതി. കള്ളം പറഞ്ഞു കഴിഞ്ഞാലേ അവള് സഹിക്കില്ല. എന്തായാലും രാവിലത്തെ ഫോട്ടോ എടുപ്പ് നൂലുകെട്ടൊക്കെ കഴിഞ്ഞപ്പോ ഒന്ന് മയപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ, കുറച്ചു മുമ്പ് ഞാൻ അർച്ചനയെ കണ്ടായിരുന്നു. രാവിലത്തെ പോലെയല്ല, മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. ഞാൻ അവളോട് ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്ത് കാര്യങ്ങൾ? എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള ഒരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്നാ ഇന്നത്തോടെ ഞങ്ങളുടെ പിണക്കം എല്ലാം തീരും. ആ, അതിന്റെ സൂചന അവിടെ കാണുന്നുണ്ട്. എന്ത് സൂചന? അർച്ചന വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആള് രാവിലത്തെ പോലെയല്ല. ഇപ്പൊ നല്ല സന്തോഷത്തിലാ. സച്ചേട്ടൻ പറഞ്ഞത് ഏട്ടത്തി വിശ്വസിച്ച മട്ട. ആ, നീ എന്ത് മന്ത്രോടാ പ്രയോഗിച്ചേ? ഞാനൊരു മന്ത്രവും പ്രയോഗിച്ചിട്ടില്ല. സംഭവിച്ചത് എന്താണെന്ന് പറയാന്ന് ഞാൻ അവളോട് പറഞ്ഞു. അതിന് ഞാൻ കുറച്ച് സാവകാശം ചോദിച്ചു. എന്നെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കാനും പറഞ്ഞു. അപ്പൊ അത് തന്നെ കാര്യം. ഇന്ന് താലികെട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാം പറഞ്ഞു തീർത്ത് സെറ്റ് ചെയ്തോണം. അർച്ചനേട്ടത്തി ഇപ്പൊ വളരെ ഹാപ്പിയാ. ഇനി ആ സന്തോഷം കൈവിട്ട് പോകാതെ നോക്കേണ്ടത് സച്ചേട്ടന്റെ ചുമതലയാ. ഇതോടെ എല്ലാം തീർന്ന നല്ലത്. തീർക്കും. ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കും. നാളെ മുതൽ ഞങ്ങൾക്ക് പുതിയൊരു ലൈഫായിരിക്കും. അതെ, അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് പൊളിക്കും. എടീ, നിന്നെ ഉണ്ടല്ലോ. നിങ്ങളുടെ പിണക്കം തീർന്നാ ഞങ്ങൾക്ക് പാർട്ടി തരണം, അല്ലേ സ്നേഹ? പിന്നെ പാർട്ടി വേണം. എന്തായാലും ഇന്നത്തോടെ എല്ലാ പിണക്കങ്ങളും മാറുമല്ലോ. അത് മതി.